സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടാക്കാനിടയായ സാഹചര്യം ICMR പഠിക്കും. ആരോഗ്യവകുപ്പിന്റെ ആവശ്യപ്രകാരമാണ് ICMR ഇടപെടൽ. ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ച 6 പേരാണ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. രോഗലക്ഷണങ്ങളോടെ 2 പേരെ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. ഇവരുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. രോഗം സ്ഥിരീകരിച്ച 5 പേർക്കും നെയ്യാറ്റിൻകര കാവിൻകുളത്തിൽ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. രശ്മി കാർത്തിക ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായിട്ട്. രശ്മി, ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ രോഗങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ മാരകമായ രോഗമാണിപ്പോൾ തലസ്ഥാനത്തും ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർ ചികിത്സയിലാണ് എന്ന് പറയുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ICMR പഠനം നടത്തുവാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ രശ്മി, ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്, മുൻകരുതലുകൾ എന്താണ് എന്നതിനെക്കുറിച്ച് ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പുകൾ എന്താണ്, രോഗം ലഭിക്കുന്നത് എങ്ങനെ, പകരുന്നത് എങ്ങനെ, ഇതിനൊക്കെ വ്യക്തത വന്നിട്ടുണ്ടോ രശ്മി? പ്രദീപ്, ആരോഗ്യവകുപ്പ് ഇത്തരത്തിൽ മുൻകരുതൽ നടപടികളൊക്കെ സ്വീകരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേക ഒരു മാനദണ്ഡമൊക്കെ പുറത്തിറക്കിയിരുന്നു. അതായത് ഈ പായൽ പിടിച്ചു കിടക്കുന്ന കുളങ്ങളിലൊന്നും തന്നെ കുളിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള പ്രത്യേക മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശം എല്ലാവരും പാലിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. ഞാൻ ഇപ്പോഴുള്ളത് നെല്ലിമൂടുള്ള കാവിൻകുളത്തിലാണ്. നമ്മൾ ഈ രോഗം സ്ഥിരീകരിച്ചു എന്ന് പറയുന്ന കുളമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടേക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ നേരത്തെ ഇവിടെ എത്തി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നതാണ്. പക്ഷേ ഇവിടെ ഈ അമീബിക്കിന്റെ സാന്നിധ്യം ഈ കുളത്തിൽ ഇതുവരെ കൃത്യമായി അത് സ്ഥിരീകരിച്ചിട്ടില്ല. അതിന്റെ ഈ നാട്ടുകാർക്കൊന്നും അതിലൊരു വ്യക്തതയില്ല. 40ഓളം പേർ ഇപ്പോൾ നിലവിൽ നിരീക്ഷണത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ പ്രദേശമാകെ ഉപയോഗിക്കുന്ന ഒരു കുളമായിരുന്നു ഇത്. സംസ്ഥാനത്ത് ഇതുവരെ ആകെ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത് 15 പേർക്കാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് 7 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് അഖിൽ രോഗം ബാധിച്ച് മരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് പലതരത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ അഖിലിന്റെ കാര്യം എടുത്താൽ തന്നെ അഖിൽ പല ആശുപത്രികളിൽ ചികിത്സ തേടി. ആദ്യം ഈ തലവേദന ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ പ്രകടമായതോടുകൂടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയിരുന്നു. അവിടെ നിന്നും മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ തേടി നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പോയി. ഏതാണ്ട് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ഒടുവിൽ സ്ഥിരീകരിക്കുകയും പിന്നീട് മരണപ്പെടുകയും ഒക്കെ ചെയ്തത്. അത്തരത്തിൽ ഇത്രത്തോളം ദിവസങ്ങൾ എടുത്തു ഈ രോഗം സ്ഥിരീകരിക്കാൻ എന്നുള്ളത് തന്നെ ഒരു വീഴ്ചയായി കാണേണ്ടിയിരിക്കുന്നു. പല ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടും ഈ രോഗം സ്ഥിരീകരിക്കുന്നതിൽ വലിയ ഗുരുതരമായിട്ടുള്ള കാലതാമസം ഉണ്ടായി. അതിനുശേഷമാണ് പിന്നീട് അതുമായി സമ്പർക്കം പുലർത്തിയവർക്കൊക്കെ തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടമായതോടുകൂടി അവരെ ചികിത്സയെ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 6 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇതിൽ 6 പേരിൽ 2 പേരുടെ നില കുറച്ച് പ്രശ്നമാണ് എന്നുള്ളതാണ് ഡോക്ടർമാരിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. മാത്രമല്ല നെല്ലിമൂടുള്ള 2 പേർ കൂടി നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. അവരുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഈ അമീബിക് മസ്തിഷ്കജ്വരം ഈ രീതിയിൽ സ്ഥിരീകരിക്കുന്നത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയായി തുടരുകയാണ്. ഇതുവരെ 15 പേർക്ക് സ്ഥിരീകരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ അപൂർവമായി മാത്രം മറ്റിടങ്ങളിൽ സ്ഥിരീകരിക്കുന്ന ഒരു രോഗമാണ് ഇത്രത്തോളം പേർക്ക് കേരളത്തിൽ സ്ഥിരീകരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് ഒരു പഠനം നടത്തേണ്ടിയിരുന്നതാണ്. അതിലും കാലതാമസം ഉണ്ടായി. ഇപ്പോൾ ഈ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിലിപ്പോൾ ICMR പഠനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ ഉൾപ്പെടെ നിയോഗിച്ചിട്ടുണ്ട്. ആ സംഘം വിശദമായി എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഈ രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതിൽ ഒരു പഠനം നടത്താൻ ഒരു തീരുമാനമാണ് നിലവിൽ എടുത്തിരിക്കുന്നത്. ഏതായാലും കൂടുതൽ ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ പ്രദേശത്തെ ഒരു 40ഓളം പേർ ദിനം പ്രതി ഈ കുളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അലക്കുന്നതിനും മൃഗങ്ങളെ, കന്നുകാലികളെ കുളിപ്പിക്കുന്നതിനും ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുളമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കാവിൻകുളം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ള ആളുകൾ ഈ പുകയോ പൊടിയോ മറ്റോ ഈ വെള്ളത്തിൽ ചേർത്ത് വലിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം. ഏതായാലും ഒരു വിശദമായ ഒരു പഠനം ഈ കാര്യത്തിൽ ICMR സംഘം നടത്തും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ഈ പ്രദേശം ആകെ ഒരു ഭീഷണിയിലാണ്. എല്ലാവരും ആശങ്കയിൽ തന്നെയാണ് ഉള്ളത്. ഈ കുളത്തിൽ നിന്നും
നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുകയും കുളം ഉപയോഗിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവായിട്ടൊരു കാര്യമാണ്. രോഗലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ കൃത്യമായി അത് അറിയിക്കണം എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ പായലോ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്നതോ ആയിട്ടുള്ള വെള്ളങ്ങളിൽ കുളിക്കാൻ പാടില്ല. സ്വിമ്മിംഗ് പൂളുകളിലാണെങ്കിൽ പോലും അതിനാവശ്യമായിട്ടുള്ള മുൻകരുതൽ സ്വീകരിച്ചിട്ട് വേണം. അത് കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നിലവിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് തലയിൽ ഏതെങ്കിലും തരത്തിൽ ശസ്ത്രക്രിയകൾ, അതായത് ചെവിക്കോ തലയിലോ മൂക്കിലോ എന്തെങ്കിലും തരത്തിൽ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇവർക്കായിരിക്കും വളരെ പെട്ടെന്ന് ഈ അമീബ അകത്തേക്ക് കയറുക. അതുകൊണ്ട് അത്തരത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ആളുകളും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളിലാണ് തുടക്കത്തിലൊക്കെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ചെറിയ കുട്ടികളിലാണ് ഈ മൂക്കിലൂടെ ഇത് വളരെ പെട്ടെന്ന് അകത്തേക്ക് കയറുക. പക്ഷേ ഇപ്പോഴിത് മുതിർന്ന ആളുകളിലും സ്ഥിരീകരിക്കുന്നു. ഈ അഖിൽ എന്ന് പറയുന്ന ആളുകളും മറ്റുള്ളവരും ഒക്കെ തന്നെ 24, 25 ആ പ്രായമുള്ളവരാണ്. അതുകൊണ്ട് ഈ കുറച്ചുകൂടി പ്രായമുള്ളവരിലേക്ക് ഈ രോഗം സ്ഥിരീകരിക്കുന്നത് സ്വാഭാവികമായി അത്തരത്തിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. പക്ഷെ എന്തുകൊണ്ട് അത്തരത്തിൽ മുതിർന്നവരിലേക്കും രോഗം ബാധിക്കുന്നു? ഇനി ഒരാൾ ചികിത്സയിൽ കഴിയുന്ന ഒരാൾ ഈ നെല്ലിമൂട് സ്വദേശിയല്ല, അയാൾ പേരൂർക്കട സ്വദേശിയാണ്. അയാൾക്ക് എവിടെ നിന്നാണ് ഈ രോഗം കിട്ടിയത് എന്നുള്ളൊരു കാര്യത്തിൽ ഇത്രത്തോളം ദിവസങ്ങൾ പിന്നിട്ടിട്ടും അതിലും ആരോഗ്യ വകുപ്പിനൊരു വ്യക്തതയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അയാൾ കുറച്ചുകൂടി ഭേദമായതിനു ശേഷം വിവരങ്ങൾ ചോദിച്ചറിയാം എന്നുള്ളൊരു രീതിയിലേക്കാണ് ആരോഗ്യ വകുപ്പ് എത്തിയിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരത്ത് തന്നെ 7 പേർക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആകെ 15 പേർക്ക് സ്ഥിരീകരിച്ചതിൽ തന്നെ 2 പേരാണ് രോഗം ഭേദമായവരെ ഡിസ്ചാർജ് ചെയ്തത്. ബാക്കിയുള്ളവർക്ക് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ രോഗം സ്ഥിരീകരിക്കുന്നതിൽ ഉള്ള കാലതാമസം, അത് പല ആശുപത്രികളിലൊക്കെ ചികിത്സ തേടി ഇതിന്റെ ലക്ഷണങ്ങൾ, തലവേദന, ശ്വാസ തടസ്സം ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ പ്രകടമാണെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ വളരെ പെട്ടെന്ന് തന്നെ ചികിത്സ തേടണം എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. ഏതായാലും ഇത്തരത്തിൽ രോഗം തുടർച്ചയായി സ്ഥിരീകരിക്കുന്നത് വലിയൊരു ആശങ്കയാണ്. എന്തായാലും ഉറവിടം ഇതുവരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ധാരാളം പ്രേക്ഷകരും ഇത് സംബന്ധിച്ച് പ്രതികരിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ എല്ലാവരും തന്നെ എത്തിയിട്ടുമുണ്ട്, എല്ലാം കാണുന്നുമുണ്ട്. സമയക്കുറവ് മൂലമാണ് എല്ലാവരിലേക്കും എത്താത്തത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ. ഇതിൽ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു കമൻറ്റ് വന്നത്, ഒഴുക്ക് നഷ്ടപ്പെടുന്ന ഏത് ജലാശയത്തിലും രാജേഷിൻ്റെയാണ് ബാക്ടീരിയ ഉണ്ടാകുന്നു, അഴുക്കുകൾ അടിഞ്ഞുകൂടുന്ന ജലാശയങ്ങൾ. ഇത് ഒരിക്കൽ കൂടി വിരൽ ചൂണ്ടുന്നത് ഈ നഗരസഭയുടെ ഒരു കെടുകാര്യസ്ഥതയിലേക്കാണ്. ഇപ്പോൾ നഗരസഭയായാലും മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും ഓടകൾ വൃത്തിയാക്കുന്നു എത്രത്തോളമുണ്ട്, മാലിന്യം നീക്കം ചെയ്യുന്ന എത്രത്തോളമുണ്ട്, മാലിന്യ സംസ്കരണം എങ്ങനെ, ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ. ഓരോ ദുരന്തം, ഓരോ മഹാമാരി വരുമ്പോൾ പിന്നീട് അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഇറങ്ങുക, അതേ ചൊല്ലി വാദപ്രതിവാദം നടത്തുക, ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു മാറുക, ഇതിനൊരു മാറ്റം. ഇത് ഇങ്ങനെ തന്നെ ഇപ്പോൾ ചെയ്യുന്ന ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണ്. അതിനും ഒരു പരിധിയുണ്ട് എന്ന് മാത്രം ഇപ്പോൾ പറയുന്നു.